ബംഗാളിൽ ഇത് വളരെ സങ്കീർണമായ ഒരു സാഹചര്യമാണ്. പക്ഷേ ആ സങ്കീർണമായ സാഹചര്യത്തിൽ മമതാ ബാനർജിയുടെ തീരുമാനങ്ങൾ നടപ്പാകാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം ഭരണഘടനാപരമായിട്ട് തന്നെ അങ്ങനെ ഒരു നിലപാടിലേക്ക് മമത പോയാൽ അത് മമതയെ സംബന്ധിച്ചിടത്തോളം നടപ്പാക്കിയെടുക്കാൻ കഴിയില്ല. കാരണം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. തെരഞ്ഞെടുപ്പിൽ ഇനി അട്ടിമറി നടന്നിട്ടുണ്ടോ, അതല്ലെങ്കിൽ വോട്ടിംഗ് മെഷീനുകളിൽ എന്തെങ്കിലും കൃത്രിമം നടന്നോ, അതല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതിയോടെ അല്ലെങ്കിൽ മൗനാനുവാദത്തോടെ നടന്ന അട്ടിമറിയാണോ, ഇതൊക്കെ വേറെ പ്രശ്നം. പക്ഷെ ഇപ്പൊ തെരഞ്ഞെടുപ്പ് നടന്നിരിക്കുന്നു. മമതാ ബാനർജിക്ക് ഭൂരിപക്ഷം ഇല്ല. BJP 3-2 ഭൂരിപക്ഷം കരസ്ഥമാക്കി അധികാരത്തിലേക്ക് വരും. മമത സ്വന്തം സിറ്റിംഗ് സീറ്റിൽ ഭവാനിപ്പൂരിലടക്കം പരാജയപ്പെടുന്ന കാഴ്ച കണ്ടു. ഒരുപക്ഷെ ഇതൊക്കെ BJP വളരെ നാളായിട്ട് ആലോചിച്ചൊരുക്കിയ ഒരു ആസൂത്രിത നീക്കത്തിന്റെ തിരക്കഥയുടെ ഒരു പരിസമാപ്തിയായിരിക്കാം, വിജയകരമായ പരിസമാപ്തി എന്നൊക്കെ വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. അതായത് SIR മുതൽ ഏതാണ്ട് 90 ലക്ഷത്തോളം വോട്ടർമാരെ അല്ലെങ്കിൽ നീക്കം ചെയ്തു. അതിൽ അവസാനം 27 ലക്ഷം പേർക്ക് വീണ്ടും ഇത് ചെയ്തു. 25 ലക്ഷം അല്ലെങ്കിൽ 50 ലക്ഷത്തോളം വോട്ടർമാർ വോട്ടർ പട്ടികയ്ക്ക് പുറത്തായി. ഇതൊക്കെയാണെങ്കിലും ഇതിലെ പ്രശ്നം വളരെ നീണ്ട, അതായത് മമതയുടെ പ്രശ്നം എന്താന്ന് വെച്ചാൽ, അതായത് 15 വർഷം മുമ്പ് CPM-ന്റെ എന്താ പറയാ, CPM-ന്റെ അടിത്തട്ട് മുതൽ മുകൾത്തട്ട് വരെ വലിയൊരു അട്ടിമറി നടത്തിയാണ് മമത അധികാരത്തിലേക്ക് എത്തിയത്. CPM-ന്റെ ഓഫീസുകളെല്ലാം മമതയുടെ ഓഫീസുകളായി മാറുകയാണ് ചെയ്തത്, തൃണമൂൽ കോൺഗ്രസിന്റെ. അപ്പൊ ഏതാണ്ട് സമാനമായ അതേ സാഹചര്യമാണ് ഇപ്പൊ 15 വർഷങ്ങൾക്ക് ശേഷം BJP മമതയ്ക്കെതിരെ, തൃണമൂൽ കോൺഗ്രസിനെതിരെ നേടിയെടുത്തിരിക്കുന്ന വിജയത്തെയും ആ വഴിക്ക് തന്നെ കാണാൻ പറ്റും. അതായത് മമതയുടെ നേതൃത്വത്തിൽ നടന്ന ഭരണം, ഈ 15 വർഷക്കാലം നടന്ന ഭരണത്തില് ഏറ്റവും താഴെത്തട്ടിൽ വലിയ ഗുണ്ടാരാജാണ് നടന്നത്. CPM-ന്റെ ഭരണകാലത്ത് നടന്ന ഗുണ്ടാരാജ് എന്താണോ അത് തന്നെ ഒരു വലിയ അളവോളം മമതയുടെ കീഴിൽ ബംഗാളിലെ ഗ്രാമങ്ങളിൽ നടന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. അതേ ഗുണ്ടാരാജ് ആണ് ഫൈറ്റ് ചെയ്ത് ഓഫീസുകളെല്ലാം, അതായത് അവരുടെ ഒരു അനുമതി ഇല്ലാതെ അല്ലെങ്കിൽ അവരുടെ ആശീർവാദം ഇല്ലാതെ ആർക്കും ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥ. മാത്രമല്ല അത് വലിയ ഭരണവിരുദ്ധ വികാരം ഉണ്ടായി. ഒരു കാലത്ത് മമതയുടെ വലിയ ശക്തിയായിരുന്ന സ്ത്രീ വോട്ടർമാർ വലിയ തോതിൽ മാറി. ന്യൂനപക്ഷ വോട്ടർമാരുള്ള അല്ലെങ്കിൽ ന്യൂനപക്ഷത്തിന് 30%-ലധികമെങ്കിലും ന്യൂനപക്ഷങ്ങളുള്ള മണ്ഡലങ്ങളിൽ മാത്രമാണ് ഇത്തവണ തൃണമൂൽ കോൺഗ്രസിന് വിജയിക്കാനായത് എന്നുള്ളത് ഒരു വസ്തുതയാണ്. അതിൽ ഇപ്പൊ ഏറ്റവും ഒടുവിൽ SIR പ്രകാരം ഈ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്ത 25 ലക്ഷം പേർ അല്ലെങ്കിൽ അതിലധികം 1/2 കോടിയോളം വോട്ടർമാരിൽ നല്ല പങ്കും ഈ ന്യൂനപക്ഷ വോട്ടർമാരായിരിക്കാം. പല മണ്ഡലങ്ങളിലും ഈ നീക്കം ചെയ്യപ്പെട്ട വോട്ടർമാരെക്കാൾ കുറഞ്ഞ ഭൂരിപക്ഷത്തിലാണ് BJP വിജയിച്ചത് എന്നതൊക്കെ വസ്തുതയാണെങ്കിലും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ മമത രാജിവെക്കില്ല എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കപ്പെടാനോ അല്ലെങ്കിൽ അത് നടപ്പാക്കപ്പെടാനോ സാധ്യത കുറവാണ്. ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാം എന്നല്ലാതെ കേന്ദ്രസേനയുടെ സഹായത്തോടെ അല്ലെങ്കിൽ നിലവിലുള്ള പോലീസ് സേനയുടെ ഒക്കെ സഹായത്തോടെ കേന്ദ്രത്തിന് അത് ഭരണഘടനാ പ്രതിസന്ധി ഒഴിവാക്കി അവിടെ സുവേന്ദു സർക്കാരിന്റെ അധികാരിയുടെ നേതൃത്വത്തിലോ അല്ലെങ്കിൽ മറ്റു ഏതെങ്കിലും സംവിധാനത്തിൽ അമിത്ഷായുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് ഇപ്പൊ ബംഗാളിലെ കാര്യങ്ങൾ നടക്കുന്നത്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ മമത എത്രയൊക്കെ ചെറുത്തു നിന്നാലും ഈ പറയുന്ന പോലെ BJP സർക്കാർ അധികാരത്തിൽ വരുന്നതും സത്യപ്രതിജ്ഞ ചെയ്യുന്നതും ഒന്നും തടസ്സപ്പെടുത്താൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. വലിയ തോതിൽ അവിടെ വലിയ സംഘർഷങ്ങളും ഏറ്റുമുട്ടലുകളും പോലീസുമായിട്ടുള്ള തെരുവ് കലാപങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ ഉണ്ടെങ്കിൽ പോലും മമതയ്ക്ക് ഞാൻ രാജിവെക്കില്ല എന്ന ശാഠ്യമൊന്നും നടപ്പാക്കിയെടുക്കാൻ അത്ര എളുപ്പമായിരിക്കും എന്ന് കരുതുന്നില്ല. കാരണം അതായത് 207 സീറ്റുകളിലാണ്, 293 സീറ്റുകളിൽ 207 സീറ്റുകളിലും വിജയിച്ചുകൊണ്ടാണ് BJP അധികാരത്തിലേക്ക് വരുന്നത്. മമത 80 സീറ്റുകളിലേക്ക് ചുരുങ്ങിപ്പോയി എന്നുള്ളതൊരു സത്യമാണ്. അതായത് ഒന്ന് ആലോചിച്ച് നോക്കുക, കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 42 സീറ്റുകളിൽ 29 മണ്ഡലങ്ങളിലും തൃണമൂൽ കോൺഗ്രസ് ആണ് ജയിച്ചത്. 12 സീറ്റിൽ മാത്രമാണ് BJP ജയിച്ചത്. ഒരു വർഷത്തിന് ശേഷം അല്ലെങ്കിൽ 2 വർഷം തികയുന്നതിന് മുമ്പ് തൃണമൂൽ കോൺഗ്രസിന്റെ അസ്ഥിവാര വിളക്കുന്ന രീതിയിൽ പലതും സംഭവിച്ചിരിക്കുന്നു. ഇപ്പൊ BJP അധികാരത്തിലേക്ക് വരും. സ്ത്രീ വോട്ടർമാരെ ആകർഷിക്കാൻ മമത ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തെങ്കിൽ പോലും, വിവിധ ക്ഷേമ പദ്ധതികളൊക്കെ നടപ്പാക്കിയെങ്കിലും സ്ത്രീ വോട്ടർമാർ വലിയ തോതിൽ മാറി ചിന്തിച്ചു. മമതയുടെ കീഴിൽ സ്ത്രീ വോട്ടർമാർ സുരക്ഷിതരല്ല എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ആവർത്തിച്ചുള്ള പ്രസംഗങ്ങൾ, റാലികളെല്ലാം സ്ത്രീകളെ ആകർഷിച്ചു. അതുപോലെ തന്നെ ന്യൂനപക്ഷത്തിനെ സംരക്ഷിക്കുന്ന വ്യഗ്രതയിൽ ഭൂരിപക്ഷ താല്പര്യങ്ങൾ മമത ഹനിക്കുന്നു. അതുകൊണ്ട് തന്നെ ഭൂരിപക്ഷ സമുദായമായ ഹിന്ദു വികാരം മമതയ്ക്കെതിരായി. അത് ഒഴിവാക്കാൻ വേണ്ടി ദുർഗാപൂജ സമയത്തൊക്കെ ഒരുപാട് ആനുകൂല്യങ്ങളും പലതരത്തില് പണമൊക്കെ കൊടുത്തെങ്കിലും അതൊന്നും മമത ആഗ്രഹിച്ച രീതിയിൽ കാര്യങ്ങൾ നടന്നില്ല. മാത്രമല്ല ഈ മുസ്ലിം വോട്ടുകൾ തന്നെ കോൺഗ്രസും CPM-ഉം അതുപോലുള്ള മറ്റു ചില മുസ്ലിം കക്ഷികളും ചേർന്ന് വിഭജിക്കുകയും ചെയ്തു. ഇതെല്ലാം മമതയ്ക്ക് വലിയ അടിയായി പോയി.
ഞാൻ എല്ലാ കാലത്തും സുരക്ഷിതയാണെന്നുള്ള മമതയുടെ അതിര് കവിഞ്ഞ ആത്മവിശ്വാസം അവർക്ക് വിനയായി തീർന്നു. കോൺഗ്രസുമായിട്ടോ CPM-ഉമായിട്ടോ ഒരു ഒത്തുതീർപ്പിനോ അവർ തയ്യാറായിരുന്നില്ല. എപ്പോഴും ഞാൻ എന്ത് വിചാരിക്കുന്നു, ഞാൻ എന്ത് തീരുമാനിക്കുന്നു, അതാണ് ബംഗാളിൽ നടക്കുക എന്നുള്ള ഒരു അമിതമായ അഹങ്കാരത്തോളെന്നോ കേരളത്തിൽ പിണറായി വിജയന്റെ ധാർഷ്ട്യത്തോളം എത്തുന്ന വലിയൊരു ധാർഷ്ട്യമൊക്കെ മമതാ ബാനർജിക്കട്ടെ. അതായത് ജീവിത ശൈലിയിലൊക്കെ അവർ വളരെ ലാളിത്യം ഉടനീളം പുലർത്തി. അങ്ങനെ ഒരു ധൂർത്തോ അല്ലെങ്കിൽ വലിയ ആർഭാടമോ ലക്ഷറി ഒന്നും ഇല്ലായിരുന്നെങ്കിൽ പോലും മമതയ്ക്ക് ഓരോ തവണയും ഇങ്ങനെ മമതയുടെ ജനപ്രീതി നഷ്ടപ്പെടുന്ന ഒരു കാഴ്ച നമ്മൾ കുറെ നാളായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. മറ്റൊരു കാര്യം കൂടി ചോദിക്കുന്നത്, ഇന്നലെ അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞിരുന്നു അദ്ദേഹം ജയിലിൽ പോകുന്നതിന് മുൻപ് അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ 1,40,40,000 വോട്ടർമാരുണ്ടായിരുന്നു. ജയിലിൽ പോയി തിരിച്ചു വന്നപ്പം അത് 1,03,000 കുറഞ്ഞു. അപ്പോൾ അദ്ദേഹം 30,000 വോട്ടിനാണ് ജയിച്ചത്. അത് കഴിഞ്ഞ് രണ്ടാമത് ഇലക്ഷൻ നടന്നു കഴിഞ്ഞപ്പോൾ 3,000 വോട്ടിന് തോറ്റു. അത് തന്നെയാണ് ബംഗാളിൽ നടന്നത് എന്ന് അദ്ദേഹം ഇന്നലെ പറയുകയുണ്ടായി. അത് നമുക്ക് എന്തെങ്കിലും വാസ്തവം കാണാൻ കഴിയുമോ? തീർച്ചയായിട്ടും അതിൽ വാസ്തവം ഉണ്ടാകാം. പലതരം അട്ടിമറികൾ വളരെ ഇപ്പൊ ഈ SIR ബംഗാളിൽ തിരക്കിട്ട് നടപ്പാക്കാനുള്ള ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പിടിവാശിക്ക് പിന്നിൽ കേന്ദ്ര സർക്കാരിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളതിന് ആണെന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. അവിടെ വലിയ രീതിയിൽ വോട്ടർ പട്ടികയിൽ അല്ലെങ്കിൽ അതുപോലെ തന്നെ EVM മെഷീനിലൊക്കെ ചിലപ്പോൾ എന്തെങ്കിലും കൃത്രിമം നടന്നിട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ എങ്ങനെ ഇത് തെളിയിക്കും? ഏത് കോടതിയാണ് അതിനോട് ചേർന്ന് അങ്ങനെ ഒരു ഇത്? അവർ പറയുന്നത് 90% ചാർജ് EVM മെഷീനുകളിലെ ബാക്കി ഉണ്ടായിരുന്നു, ഇത്രയും വോട്ട് ചെയ്താൽ അത്രയും ഉണ്ടാകാൻ പാടില്ല എന്നൊക്കെ മമത പറയുന്നുണ്ടെങ്കിലും ഇതേ കാര്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് പല തെരഞ്ഞെടുപ്പുകളിലും വലിയ തോതിൽ കൃത്രിമം നടന്നതിന്റെയൊക്കെ കഥകൾ രാഹുൽ ഗാന്ധി വളരെ ശാസ്ത്രീയമായിട്ടൊക്കെ പറഞ്ഞെങ്കിലും കോടതികൾ അതൊന്നും അംഗീകരിച്ചില്ല. അത് തെളിവില്ല എന്നാണ് അവർ വിധിച്ചത്. അപ്പൊ ഇത് എങ്ങനെ നീതി തേടും? സത്യമാണെങ്കിൽ പോലും അത് തെളിയിക്കപ്പെടാൻ പറ്റാത്തിടത്തോളം കാലം ഇലക്ഷൻ കമ്മീഷനെ പ്രതിക്കൂട്ടിലാക്കാൻ, ആരോപണങ്ങൾ കൊണ്ട് പ്രതിക്കൂട്ടിലാക്കാം. രാഹുൽ ഗാന്ധി അടക്കം മമത പറയുന്നതിനോട് ചേർന്ന് നിൽക്കുന്നുണ്ട്. ബംഗാളിൽ നടക്കുന്നത് ജനാധിപത്യത്തിന്റെ മരണമണിയാണ്, ജനാധിപത്യത്തിന്റെ അടിത്തറ തകർക്കുന്ന കാര്യങ്ങളാണ് അസമിലും ബംഗാളിലും നടന്നത് എന്നുള്ള കാര്യത്തിലൊന്നും ഒരു സംശയമില്ല. SIR മുഴുവൻ BJPക്ക് അനുകൂലമായിട്ട് കാര്യങ്ങൾ വരുന്ന രീതിയിലായിരുന്നു. അതുപോലെ അസമിലെ മണ്ഡല പുനർനിർണയം അടക്കം BJPയുടെ നില സുരക്ഷിതാക്കുന്ന രീതിയിലായിരുന്നു നടന്നത് എന്നുള്ളതൊക്കെ വസ്തുതയാണ്. പക്ഷെ ഇതൊക്കെ ആണെങ്കിലും ജനാധിപത്യം തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥ, ജനാധിപത്യത്തിന്റെ അടിത്തറ വല്ലാതെ തകർക്കപ്പെടുന്ന നടപടികൾ നിരന്തരം ഉണ്ടാവുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BJP സർക്കാരിന്റെ B ടീം ആകുന്നു എന്നുള്ളതൊക്കെ വസ്തുതയാണെങ്കിൽ പോലും കോടതികളിൽ അനുകൂല വിധി ഉണ്ടാകുന്നില്ലെങ്കിൽ ഇതൊന്നും മാറ്റാൻ പറ്റാത്തൊരു സ്ഥിതിയാണ്. അപ്പൊ ചോദിക്കുന്നത് കേരളത്തിലെ ജനവിധി എന്തുകൊണ്ട് ബംഗാളിലും അസമിലും EVM മെഷീനിലെ കൃത്രിമാണെന്നോ? എങ്കിൽ കേരളത്തിൽ എന്തുകൊണ്ട് BJPക്ക് അത് ചെയ്തുകൂടാ? പക്ഷെ ഇവിടെ കേരളത്തിൽ 102 സീറ്റുകളോടെ UDF അധികാരത്തിൽ വരുന്നു. അവിടെ എന്തുകൊണ്ട് വോട്ടിംഗ് മെഷീനിൽ 10 സീറ്റെങ്കിലും BJPക്ക് കിട്ടുന്ന രീതിയിൽ അങ്ങനെയാണ് കൃത്രിമം ചെയ്തുകൂടെ എന്നുള്ള ചോദ്യത്തിന് നമ്മൾ എന്ത് ഉത്തരവാണ് പറയുക? പക്ഷെ എനിക്ക് തോന്നുന്നു പല തെരഞ്ഞെടുപ്പുകളിൽ ഇങ്ങനെ ഒരു അപവാദം എപ്പോഴും ഉണ്ടായിരുന്നു എന്നുള്ള ഒരു കാര്യം കൂടി ഉണ്ട്, അല്ലെ? അങ്ങനെ തോന്നിയിട്ടുണ്ട് പലപ്പോഴും. തോന്നിയിട്ടുണ്ട്. പക്ഷെ ഒരുപക്ഷെ കുറെ വാസ്തവം ഉണ്ടാകാം. ആ വാസ്തവം ഈ വോട്ടിംഗ് മെഷീനിലെ കൃത്രിമത്തെക്കാൾ കൂടുതലായിട്ട് BJP അത് നടപ്പാക്കാൻ ശ്രമിച്ചത് ഈ SIR കൂടെയാണ്. ശരിക്കും ഇലക്ഷൻ കമ്മീഷനെ ഉപയോഗിച്ച് ഒരു കാലത്ത് ഈ പറയുന്ന ബംഗാളിലും ആസാമിലും കോൺഗ്രസിന്റെയും തൃണമൂലിന്റെയും ഒക്കെ ശക്തിയായിരുന്ന ന്യൂനപക്ഷ വോട്ടുകളാണ് ഈ കുടിയേറ്റക്കാര് എന്നൊക്കെയുള്ള രീതിയിൽ ബംഗ്ലാദേശിൽ നിന്ന് കുടിയേറിയവർ അനധികൃതമായിട്ട് വോട്ടർ പട്ടികയിൽ പേര് ചേർത്ത് അവർ കൂട്ടത്തോടെ തൃണമൂലിന് വോട്ട് ചെയ്ത് അല്ലെങ്കിൽ കോൺഗ്രസിന് വോട്ട് ചെയ്ത് യഥാർത്ഥ ജനവിധി അട്ടിമറിക്കുന്നു എന്നുള്ള ഒരു ആക്ഷേപം പണ്ട് മുതലേ BJP പറയുന്നുണ്ട്. അപ്പൊ SIR നടപ്പാക്കിയതിലൂടെ അത്തരം ആളുകളെ, ഒരുപാട് പേരെ, മരിച്ചവരെയും പ്രവാസികളെയും സ്ഥലത്തില്ലാത്തവരെയും സ്ഥലം മാറിപ്പോയവരെയും ഒക്കെ ഒഴിവാക്കിയതാണ് യഥാർത്ഥത്തിൽ നടന്നതെന്നും ആരെയും മനഃപൂർവ്വം ഒഴിവാക്കിയിട്ടില്ലെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നഷ്ടപ്പെട്ട വോട്ടുകൾ നോക്കിയാൽ അതിൽ മഹാഭൂരിപക്ഷവും ന്യൂനപക്ഷ വോട്ടുകളാണ്. ഈ ന്യൂനപക്ഷ വോട്ടുകളാണ് ബംഗാളിലും അസമിലും ഒക്കെ യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്തിന് അല്ലെങ്കിൽ മമതയ്ക്കും അവിടുത്തെ പ്രതിപക്ഷ അസമിലെ പ്രതിപക്ഷ കോൺഗ്രസിനും ഒക്കെ ഗുണകരമായിരുന്നു. പക്ഷെ അതെല്ലാം ഒഴിവാക്കപ്പെട്ടതോടുകൂടി BJPക്ക് വിജയം കുറെ കൂടി അനായാസമായി എന്നുള്ള ഒരു വസ്തുതയാണ്. ഇത് ജനവിധി കവർന്നു ഇപ്പോ കോൺഗ്രസ് അത് തന്നെയാണ് പറയുന്നത്, സ്റ്റീലിംഗ് ഓഫ് ദ മാൻഡേറ്റ് ആണ്. ജനവിധിയെ കവർന്നെടുക്കുകയാണ് കൃത്രിമ മാർഗങ്ങളിലൂടെ, ആസൂത്രിത തിരക്കഥകളിലൂടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും അതുപോലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെയും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ കണ്ട ഒരു കാഴ്ച എന്ന് വെച്ചാൽ അതിഭയങ്കര പിടിവാശിയായിരുന്നു.
അതായത് ഇവിടുത്തെ കേരളത്തിൽ പോലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനിടയിലാണ് ഈ SIR നടപടികളൊക്കെ നടന്നത്. അതായത് രാഷ്ട്രീയ പാർട്ടികൾക്ക് ആ സമയത്ത് ഫലപ്രദമായിട്ട് അതിൽ ഇടപെടാൻ പോലും പറ്റിയില്ല. പിന്നീട് അതിന്റെ കരട് വോട്ടർ പട്ടിക വന്നപ്പോഴേക്ക് ഈ ബൂത്തിലുള്ള ഈ തെരഞ്ഞെടുപ്പിൽ 51ാം ബൂത്തിൽ വോട്ട് ചെയ്തവർക്ക് SIR വന്നപ്പോൾ അവർ 60ലേക്ക് 56ലേക്ക് 54ലേക്കും ഒക്കെ അവരുടെ പേരുകളുണ്ട്. പക്ഷെ എവിടെയാണെന്ന് കണ്ടെത്താൻ പറ്റാത്ത വല്ലാത്തൊരവസ്ഥ, സമയമില്ലാത്തൊരവസ്ഥ, അത് കഴിഞ്ഞിട്ട് അത് തിരുത്താൻ പറ്റാത്തൊരവസ്ഥ. അപ്പൊ സത്യത്തിൽ ഇതിനകത്തെല്ലാം ഒരു പക്ഷേ BLOമാരെയൊക്കെ ഉപയോഗിച്ച് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു പ്രത്യേക താല്പര്യ അജണ്ടയാണോ നടപ്പായത്? വോട്ടർ പട്ടികയിൽ അല്ല, EVM മെഷീനുകളെക്കാൾ കൂടുതലായിട്ട് ഭരണഘടനാപരമായിട്ട് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആശീർവാദത്തോടെ ഈ SIRലൂടെ വലിയ തോതിൽ ജനവിധി അട്ടിമറിക്കാനുള്ള ഗൂഢാലോചന നടന്നു എന്ന് തന്നെ വിചാരിക്കാൻ ന്യായമൊക്കെ ഉണ്ട്. പക്ഷെ അത് തെളിയിക്കാൻ എന്ത് ചെയ്യും എന്നുള്ള കാര്യത്തിൽ അതൊരു ഒരു പ്രശ്നം തന്നെയാണ്. ഇപ്പോ മമതയെ സംബന്ധിച്ചിടത്തോളം അവർ ഒരു ഘട്ടത്തിൽ അവർക്ക് സൗകര്യം ഇല്ലാത്തപ്പോൾ ഇന്ത്യ സഖ്യത്തോട് മാറി നിൽക്കുന്നു, പിണങ്ങി നിൽക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ രാഹുൽ ഗാന്ധി കൃത്യമായിട്ട് അവരോടൊപ്പം നിൽക്കുന്നു. ഇത് ഇന്ത്യ സഖ്യത്തിന്റെ മാത്രം പ്രശ്നമല്ല, ഇന്ത്യയിലെ ജനാധിപത്യത്തിന്റെ പ്രശ്നമാണ്. അതുകൊണ്ട് മമതയുടെ പ്രശ്നമായിട്ട് കാണരുത്, ഇത് എല്ലാവരെയും ബാധിക്കുന്ന പ്രശ്നമാണ്, മമതയോടൊപ്പം അണിനിരക്കണം എന്നൊക്കെ രാഹുൽ ഗാന്ധി പറയുന്നുണ്ട്. ആ രീതിയിൽ രാഹുൽ ഗാന്ധി പൂർണ്ണ പിന്തുണയും മമത തിരിച്ചങ്ങോട്ട് ഒരിക്കലും കൊടുക്കാറില്ല. പക്ഷെ എങ്കിൽ പോലും രാഹുൽ ഈ ഘട്ടത്തിൽ മമതയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അങ്ങേക്ക് സമയമുണ്ടെങ്കിൽ ഒരു ചോദ്യം കൂടി, തമിഴ്നാട്ടിലെ കാര്യം കൂടി അങ്ങൊന്ന് പറഞ്ഞിട്ട് സമയം പോലെ പറയുകയാണെങ്കിൽ നല്ലതായിരുന്നു. അതായത് തമിഴ്നാട്ടിലെ ഇപ്പോഴത്തെ പ്രശ്നം നമ്മൾ നോക്കുമ്പോൾ, അതായത് താങ്കൾ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇപ്പോ TVKക്ക് വാസ്തവത്തില് മൊത്തം സീറ്റിൽ 234 സീറ്റുകളാണ് തമിഴ്നാട്ടിലുള്ളത്. അതിൽ TVKക്ക് ഭൂരിപക്ഷം ഭരിക്കണമെങ്കിൽ 118 സീറ്റ് വേണം. അവരുടെ കൈവശമുള്ളത് 108 സീറ്റുകളാണ്. ബാക്കിയുള്ള സീറ്റുകൾ എന്ന് പറയുന്നത് കോൺഗ്രസിന് 5 സീറ്റ്, CPMന് 2 സീറ്റ്, CPIക്ക് 2 സീറ്റ്, VCK എന്ന് പറയുന്ന പാർട്ടിക്ക് 2 സീറ്റ്, മുസ്ലിം ലീഗ് 2, DMDK 1, PMK 4. അപ്പൊ ഇത്രയും സീറ്റുകൾ കൂടുമ്പോൾ ഭൂരിപക്ഷം ആകും, കൃത്യമായിട്ട് ഭൂരിപക്ഷത്തിലധികം കിട്ടും. പക്ഷെ ഇപ്പൊ ഏറ്റവും ഒടുവിൽ വന്നിരിക്കുന്ന മുസ്ലിം ലീഗ് TVKയോടൊപ്പം ചേരാൻ തയ്യാറല്ല. കോൺഗ്രസ് ഇവിടെ വിചാരിക്കുന്നത് വെച്ചാൽ TVKയോട് ചേർന്നില്ലെങ്കിൽ, സത്യത്തിൽ അതിനകത്ത് ഒരു നന്ദികേടെന്നൊക്കെ വേണമെങ്കിൽ പറയാം, എല്ലാ കാലത്തും കോൺഗ്രസിനൊപ്പം ഉറച്ചു നിന്ന് ഒരുപക്ഷെ ഇന്ത്യ സഖ്യത്തിൽ ഏറ്റവും കൂടുതൽ കോൺഗ്രസിനോട് ചേർന്ന് നിന്ന് രാഹുൽ ഗാന്ധിക്ക് ഏറ്റവും വലിയ പിന്തുണ കൊടുത്ത ഒരു പാർട്ടിയാണ് DMK. അതിന്റെ നേതാവായ സ്റ്റാലിനോളം വിശ്വസിക്കാവുന്ന മറ്റൊരാളും ഇന്ത്യ സഖ്യത്തിൽ കോൺഗ്രസിന് ഇല്ലായിരുന്നു എന്നുള്ള വസ്തുതയാണ്. പക്ഷെ സ്റ്റാലിനൊന്ന് തകർന്നപ്പോ ആ തർക്കത്തില് TVKയുടെ കൂടെ കോൺഗ്രസ് ചേരുമ്പോൾ അതൊരു നന്ദികേടാണോ എന്ന് ചിന്തിക്കാൻ ന്യായമുണ്ട്. പക്ഷെ അവിടെ താങ്കൾ ആദ്യം പറഞ്ഞൊരു കാര്യം വളരെ പ്രസക്തമാണ്. കോൺഗ്രസ് പിന്തുണച്ചില്ലെങ്കിൽ, അല്ലെങ്കിൽ ഈ DMK സഖ്യത്തിലുള്ള ആളുകൾ TVK പിന്തുണയ്ക്കുന്നില്ല എങ്കിൽ TVK ഒരുപക്ഷെ ന്യായമായിട്ടും ADMKയുടെ പിന്തുണ അല്ലെങ്കിൽ BJP പക്ഷത്തിലേക്ക് പോകും. ഒരിക്കൽ BJP സഖ്യത്തിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരാനും പാടാണ്. അപ്പൊ ആ രീതിയിൽ തമിഴ്നാട് കൂടി BJPയുടെ ഭരണത്തിലേക്ക് അല്ലെങ്കിൽ BJPയുടെ കാൽക്കീഴിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടി BJPയോട് ചേർന്ന് നിൽക്കാൻ വിമുഖതയുള്ള, അവരുടെ വോട്ട് തേടാൻ അല്ലെങ്കിൽ അവരുടെ പിന്തുണയോട് താല്പര്യമില്ലാത്ത വിജയിനോടൊപ്പം ചേർന്ന് BJP സർക്കാരിനെ അല്ലെങ്കിൽ BJPയുടെ ആധിപത്യം ഒഴിവാക്കാനുള്ള ഒരു 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 നീക്കമാണ്, ഒരു രാഷ്ട്രീയ നീക്കമാണ് കോൺഗ്രസ് TVKക്ക് പിന്തുണ നൽകുന്നത് എന്ന ഭാഗം കഴമ്പുള്ളതാണ്. കാരണം തെക്കേ ഇന്ത്യയിൽ മാത്രമാണ് കുറെയെങ്കിലും BJPക്കെതിരെ ഒരു പ്രതിരോധം നടക്കുന്നത്. ബാക്കി എല്ലായിടത്തും, ബംഗാൾ അടക്കം ഇപ്പൊ പോയതോടുകൂടി ബാക്കി എല്ലായിടത്തും BJPയുടെ അശ്വമേധമാണ് നടക്കുന്നത്. അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ TVK അവിടെ തമിഴ്നാട്ടിൽ നടത്തിയത് വലിയൊരു അത്ഭുതം തന്നെയാണ്. അതായത് ഒരുപക്ഷെ ചരിത്രത്തിൽ MGRനോ ജയലളിതയ്ക്കോ പോലും കഴിയാത്ത ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ തന്നെ, പ്രത്യേകിച്ചൊരു ഭരണ വൈകല്യമോ അല്ലെങ്കിൽ ഭരണ വിരുദ്ധ വികാരമൊന്നും കാണാനില്ലാതിരുന്ന തമിഴ്നാട്ടില് വിജയിന്റെ ആ ഒരൊറ്റ എന്താ പറയാ ആ ഒരു ആകർഷണ വലയത്തിൽ ഒരു ജനത മുഴുവൻ DMK കേഡർ സ്വഭാവമുള്ള DMK വിട്ട് TVKയോടൊപ്പം ചേർന്നു. സ്റ്റാലിൻ പോലും സ്വന്തം മണ്ഡലത്തിൽ ദയനീയമായി തോൽക്കുന്ന കാഴ്ച അവിശ്വസനീയമാണ്. ഒരുപക്ഷെ വിജയിന് മാത്രം കഴിയുന്ന ഒരു മാജിക്കാണ് നമ്മൾ അവിടെ കണ്ടത്. ഈ ഒരു സാഹചര്യത്തിൽ എന്തായാലും വ്യാഴാഴ്ച വിജയ് സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ് പറയുന്നത്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ BJP ഭരണം ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ പറയുന്ന കക്ഷികൾ, കോൺഗ്രസും അതുപോലെയുള്ള മറ്റ് ഇടതുകക്ഷികളും ഒക്കെ വിജയനെ പിന്തുണയ്ക്കുന്നത് ഒരു അനിവാര്യതയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഒറ്റനോട്ടത്തിൽ അതിനകത്ത് ഇത്രയും നാൾ ചേർത്ത് പിടിച്ച വലിയ ശക്തിയൊന്നും ഇല്ലാഞ്ഞിട്ട് പോലും 28 സീറ്റുകൾ കോൺഗ്രസിന് വിട്ടുകൊടുത്ത DMKയുടെ ഒരു നന്ദികേടാണോ എന്ന് ആരെങ്കിലും ചോദിച്ചാൽ അല്ല എന്ന് തീർത്ത് പറയാൻ പറ്റില്ല. പക്ഷെ രാഷ്ട്രീയം എന്ന് പറയുന്നത് മറ്റു പല ഘടകങ്ങൾ കൂടി ചേർന്ന ഒരു സാഹചര്യത്തിൽ പ്രധാനമായിട്ടും BJPയുടെ ഒരു ആധിപത്യം TVK ആ സഖ്യത്തിലേക്ക് പോകുന്നത് ഒഴിവാക്കാൻ വേണ്ടി
ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത് ഇപ്പൊ കേന്ദ്രം തന്നെ അല്ല തീരുമാനം എടുത്തത്, TNCC-ക്ക് അതിനുള്ള അധികാരം കൊടുക്കുകയാണ് ചെയ്തത്. അവരോട് തീരുമാനം എടുക്കാൻ പറയുന്നു, അവർ പിന്തുണ കൊടുക്കാൻ തീരുമാനിക്കുന്നു എന്നുള്ള ഒരവസ്ഥയാണ് നമ്മൾ കാണുന്നത്. ഏതായാലും തമിഴ്നാട്ടിൽ നടക്കുന്നത് ഒരുപക്ഷെ ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിൽ ഒരു മഹാത്ഭുതമാണ്. ഒരു പാർട്ടി ആദ്യമായിട്ട് തെരഞ്ഞെടുപ്പിലേക്ക് വരിക, വലിയ ഭൂരിപക്ഷത്തോടെ എത്രയോ പതിറ്റാണ്ടുകളുടെ പഴക്കമുള്ള രണ്ട് ദ്രാവിഡ കക്ഷികളെ തകർക്കുക, എന്നിട്ട് അവർ അധികാരത്തിലേക്ക് വരിക. ഒരു അത്ഭുതം തന്നെയാണ്. വിജയ് മാജിക് എന്നൊക്കെ വേണമെങ്കിൽ അതിനെ വിശേഷിപ്പിക്കാം. ഏതായാലും സംഭവിക്കാറുള്ളത് സംഭവിച്ചു. ഇനിയിപ്പോ ഘടകകക്ഷികൾ ഒരുപക്ഷെ TVKയുടെ കൂടെ നിൽക്കും. വിജയ് നിയമസഭാ കക്ഷി നേതാവായിട്ട് TVK തെരഞ്ഞെടുത്തു കഴിഞ്ഞു. വ്യാഴാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും എന്നാണ് പറയുന്നത്. ഏതായാലും തമിഴ്നാട്ടിൽ നടക്കുന്നത് വലിയ അവിശ്വസനീയമായ, ഏത് ഒരു സിനിമാ കഥയിലെ വെല്ലുന്ന, അല്ലെങ്കിൽ ഒരു എന്താ പറയാ, ഏറ്റവും വലിയ സസ്പെൻസ് ത്രില്ലറിൽ പോലും നമുക്ക് കാണാൻ കഴിയാത്ത കാര്യങ്ങളാണ് തമിഴ്നാട്ടിൽ അരങ്ങേറിയിരിക്കുന്നത്. ഇപ്പൊ അതിന്റെ ക്ലൈമാക്സിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അവിടെ വിജയിന്റെ കക്ഷി TVK ഭരിക്കും എന്ന് തന്നെയാണ് നമുക്കിപ്പോ കരുതാൻ കഴിയുന്നത്. പിന്നീട് ഭരണത്തിൽ എത്തുമ്പോൾ ഏത് രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുക എന്നുള്ളതൊക്കെ വേറെ പ്രശ്നം. ഒരു ഭരണപരിചയമുള്ള ആളുകളൊന്നും അതിനകത്ത് ഇല്ല കാര്യമായിട്ട്. ഇല്ലാത്തൊരു സാഹചര്യത്തിൽ TVKയുടെ ഭരണം എങ്ങനെ പോകും? ഈ തിരശ്ശീലയിൽ കാണിക്കുന്ന മാജിക്കും അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ആൾക്കൂട്ടത്തെ ആകർഷിക്കുന്ന താരപ്രഭാവത്തിന്റെ ഒരു ബലമൊക്കെ ആൾക്കൂട്ടത്തെ ആകർഷിക്കാനും വോട്ടാക്കി മാറ്റാനും ഒക്കെ കഴിഞ്ഞു എന്ന് വരാം. പക്ഷെ ഭരണം എന്ന് പറയുന്ന വേറൊരു സംഗതിയാണ്. അതിന് കുറച്ച് പരിചയവും എക്സ്പീരിയൻസും പ്ലാനിങ്ങും പദ്ധതികളും ഒക്കെ വേണം. അതൊക്കെ ഏത് രീതിയിലായിരിക്കും വിജയ് മാനേജ് ചെയ്യുക എന്നുള്ളതാണ് നമുക്കിനി കൗതുകത്തോടെ കാണേണ്ടി വരിക. ഏതായാലും ആദ്യ റൗണ്ടിൽ വിജയ് സന്നദ്ധ സേവന പ്രവർത്തനങ്ങളിലൂടെ ആരംഭിച്ച് ഒടുവിൽ ഒരു കക്ഷി ഉണ്ടാക്കുന്നു. ആ കക്ഷി ആദ്യ തെരഞ്ഞെടുപ്പിൽ തന്നെ ഒരുപക്ഷെ ചരിത്രത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ അത്ഭുതങ്ങളിൽ ഒന്ന് നടത്തിക്കൊണ്ട് അധികാരം പിടിച്ചെടുക്കുന്നു. അവിശ്വസനീയമായ ഒരു നാടകത്തിന്റെ അവസാന രംഗങ്ങളിലേക്കാണ് നമ്മളിപ്പോ കടന്നുകൊണ്ടിരിക്കുന്നത്. അത് വ്യാഴാഴ്ചയോടുകൂടി മിക്കവാറും വിജയ് സത്യപ്രതിജ്ഞ ചെയ്യുന്നതോടുകൂടി അതിന്റെ ആദ്യ നാടകത്തിന്റെ തിരശ്ശീല വീഴും. പിന്നീട് അങ്ങോട്ട് നടക്കുന്ന യഥാർത്ഥ റിയൽ ലൈഫ് ഡ്രാമയാണ്. ആ ഡ്രാമയിൽ എന്താണ് ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. വളരെ നന്ദി അങ്ങ് ഈ വിഷയവുമായി